കത്തുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുകയാണ്. റിപ്പോർട്ട് ബ്രേക്കിംഗ്. ഡീൽ ആരോപണത്തിൽ ഏറ്റുമുട്ടി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. CPIM BJP ഡീൽ ആരോപണത്തിൽ നിയമം ഉയർത്തിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. 2016 നേമത്ത് BJP ജയിക്കാൻ കാരണം കോൺഗ്രസ് BJP സഖ്യമാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ഡീൽ ആരോപണം ആവർത്തിച്ച VD സതീശൻ പൂരം കലക്കി തൃശൂർ സീറ്റ് BJPക്ക് നൽകിയെന്ന് പറഞ്ഞു. അതിനു പിന്നാലെ ED അന്വേഷണം എല്ലാം നിലച്ചെന്നും ആരോപിച്ചു. കേൾക്കാം. കോൺഗ്രസും UDF-ഉം RSS-ഉമായി ബന്ധമുണ്ടാക്കാനാണ് എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. 2016 നേമത്ത് നിന്ന് BJP ജയിച്ചു വന്നല്ലോ. എങ്ങനെയായിരുന്നു അക്കൗണ്ട് തുടങ്ങിയത്? നേമം സീറ്റിൽ കോൺഗ്രസിന്റെ വോട്ട് നിന്ന് സംഭവിച്ചു. വേറൊരു മണ്ഡലത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരാൻ വേണ്ടി ഉണ്ടാക്കിയ ഡീലായിരുന്നില്ലേ അത്? എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടരാണ് കോൺഗ്രസ് എന്നത് ആർക്കും അറിയാത്തത്? എന്താണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ അവസ്ഥ? രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എത്ര കണ്ടാണ് BJP-യുടെ B ടീമായി മാറുന്നത്? പത്തനംതിട്ട ജില്ലയിൽ കോന്നി K സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചാണ്. 32,000-ലധികം വോട്ട് K സുരേന്ദ്രൻ പിടിച്ച സീറ്റിൽ ഇപ്രാവശ്യം അത് BD ജയസിന് കൊടുത്തു. ശരിയാണോ? റാന്നി ശബരിമല ഇരിക്കുന്ന സീറ്റാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് 2020 എവിടെയുള്ളത്? പത്തനംതിട്ടയിൽ. എന്നിട്ട് റാന്നിയിലെ 2020 സ്ഥാനാർത്ഥി പറയാണ് ശബരിമല വിഷയമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല, അതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന്. സർക്കാരിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് ആരാ പറയുന്നത്? NDA സ്ഥാനാർത്ഥി. BJP ആ സീറ്റ് 2020 കൊടുത്തിരിക്കുകയാണ്, റാന്നി സീറ്റ്. അപ്പോൾ പറയിപ്പിക്കല്ലേ ഞങ്ങളെ കൊണ്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത് പല സ്ഥലങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജയിപ്പിക്കാനുള്ള ഏർപ്പാടുകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. PS രഞ്ജിത്ത് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, പാലക്കാട് ഡീല് നടക്കുന്നു എന്നുള്ള ആരോപണം പ്രതിപക്ഷ നേതാവ് തുടങ്ങി വെച്ചതിൽ നിന്ന് നേമവും തൃശൂരും എല്ലാം കടന്നിതാ അത് മുന്നോട്ട് പോകുന്നു. പരസ്പര പോരിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ രാഷ്ട്രീയ കേരളം ഉയർന്നു കേൾക്കുന്ന ഏറ്റവും വലിയ വിവാദം ഇപ്പോൾ ഈ ഡീൽ ആരോപണം തന്നെയാണ്. പ്രത്യേകിച്ച് നേമത്തെയൊക്കെ കാര്യം. പ്രമുഖനല്ലാത്ത ഒരു കോൺഗ്രസുകാരനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയപ്പോൾ അവിടെ BJPക്ക് ലഭിച്ചിട്ടുള്ള ഒരു സീറ്റ് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അടക്കം ഉയർന്നു കേട്ടിട്ടുള്ള ഡീൽ വിവാദമാണ്. നിലവിൽ ഏതൊക്കെ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഡീൽ വിവാദം ആളിക്കത്തുന്നുണ്ട്? പ്രധാനപ്പെട്ട നേതാക്കൾ ഉയർത്തുന്ന ആരോപണങ്ങൾ എങ്ങനെയാണ് രഞ്ജിത്ത്? റോഷ്നി, ഈ ഡീൽ വിവാദം സംസ്ഥാനത്ത് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതായത് LDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുടർ ഭരണം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനേത് വിധേനയും തുടർ ഭരണം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്കിവിടെ അക്കൗണ്ട് പൂട്ടിപ്പോയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അതിന് തുല്യമായി കുറച്ച് അക്കൗണ്ടുകൾ, ഒരു 3 മുതൽ 5 വരെ അക്കൗണ്ടുകൾ തുറക്കുക എന്നുള്ളതാണ്. ഇതിന് വേണമെങ്കിൽ പരസ്പരം ഒരു ധാരണയിലേക്ക് എത്താം. BJP-യും LDF-ഉം തമ്മിലുള്ള ഒരു സാങ്കല്പിക സാഹചര്യമുണ്ട് എന്നുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പാലക്കാട്ടത്തെ ഒരു വസ്തുത വെച്ചുകൊണ്ട് പാലക്കാട്ടെ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അവിടെ ഡീൽ ആരോപണത്തിലേക്ക് എത്തുന്നത്. അവിടെ പാലക്കാട്ട് സാധാരണ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സരിനെ പോലെ വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുകയും 3ാം സ്ഥാനത്തെത്തുകയും BJP-യേക്കാൾ കേവലം ഒരു 1500 വോട്ടിന് പിറകിൽ മാത്രമായിരുന്നു സരിൻ ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ നന്നായി വോട്ട് പിടിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ താരതമ്യേന അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥിയെ, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ, ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടിറക്കുന്നു. അങ്ങനെ പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടിറക്കുമ്പോൾ ആ വോട്ടിൽ, ഇടത് വോട്ടിൽ കുറവുണ്ടാവുകയും അത് BJP-യിലേക്ക് പോയാൽ BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്നും അവിടെ ഒരു ന്യൂനപക്ഷ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ മുസ്ലിം വോട്ടുകൾ UDF-ന് ബൾക്കായി കിട്ടേണ്ട, UDF-ന് കൺസോളിഡേറ്റ് ചെയ്ത് കിട്ടേണ്ട വോട്ടുകൾ ഭിന്നിപ്പിക്കപ്പെടുമെന്നൊരു ആശങ്ക UDF-ന് ഉണ്ടാവുകയാണ്. ഇത് പാലക്കാട്ട് മാത്രം ഡീലല്ല എന്നും സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള ഡീലുണ്ട് എന്നും UDF ആശങ്കപ്പെടുന്നതിന് ശരിവെക്കുന്ന രീതിയിൽ ചില മണ്ഡലങ്ങളിലൊക്കെ മാറ്റങ്ങളുണ്ട്. ഉദാഹരണത്തിന് കാസർഗോഡ് അവിടെ വരുന്ന LDF-ന്റെ സ്ഥാനാർത്ഥി ഇവിടെ മുസ്ലിം വോട്ടുകൾ ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഷാനവാസ് പാദൂറിനെ പോലെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു. മഞ്ചേശ്വരത്ത് ഷാനവാസിനെ മത്സരിപ്പിക്കാൻ CPM നീക്കം നടത്തിയിരുന്നു. ഇങ്ങനെ മഞ്ചേശ്വരത്തും കാസർകോട്ടും പാലക്കാട്ടും മാത്രമല്ല ചില LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ UDF പിടിച്ചെടുക്കുന്നുള്ള മണ്ഡലങ്ങളിലൊക്കെ BJP അവരുടെ സീറ്റുകൾ BDJS-നോ 2020-ക്കോ കൊടുക്കുന്നു. പ്രതിപക്ഷ നേതാവ് എടുത്തു പറഞ്ഞ സീറ്റ് എന്ന് പറയുന്നത് റാന്നിയും കോന്നിയുമാണ്. അതൊക്കെ 2020-ക്കും BDJS-നും കൊടുക്കുന്നു. BJP ശക്തമായ പോരാട്ടം നടത്തിയ മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിൽ 10,000-38,000 വോട്ട് BJP പിടിക്കുമ്പോൾ BDJS താരതമ്യേന കുറഞ്ഞ വോട്ട് പിടിച്ചാൽ അത് LDF-ന് ഗുണം ചെയ്യുമെന്നൊരു കണക്കുകൂട്ടലാണ് ഈ എല്ലാ
ഡീൽ വിവാദത്തിനുമുള്ളത്. അങ്ങനെ ശക്തമായിട്ടുള്ള കണക്ക് നിരത്തിക്കൊണ്ട് സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞുകൊണ്ട് UDF മുന്നോട്ട് വെക്കുകയാണ്. 10ഓളം മണ്ഡലങ്ങളിൽ ഡീലുണ്ട്. അത് CPM-ഉം BJP-യും തമ്മിലാണ്. BJP-ക്ക് ഒരു 5 മുതൽ 10 വരെയുള്ള മണ്ഡലങ്ങളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുക. മറ്റു മണ്ഡലങ്ങളിൽ, അതായത് BJP-ക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിലൊക്കെ തന്നെ LDF വരത്തക്ക രീതിയിലേക്ക് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നു എന്നുള്ളതാണ് UDF മുന്നോട്ട് വെക്കുന്ന ആരോപണം. അതിലും പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ്, റാന്നി, കോന്നി പോലുള്ള മണ്ഡലങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തി കാണിക്കുന്നത്. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വരുന്നു. മുഖ്യമന്ത്രി പറയുന്നു, സംസ്ഥാനത്ത് BJP-യുടെ വളർച്ചയെ തടഞ്ഞു നിർത്തുന്നത് സ്വാഭാവികമായിട്ടും CPM ആണ്. ഉദാഹരണത്തിന് 2016 നിയമത്ത് BJP-ക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അത് 2021 പൂട്ടിയത് ഞങ്ങളാണ്. അതല്ലാതെ അവിടുത്തെ കോൺഗ്രസ് വോട്ടുകൾ 2016 കോൺഗ്രസിന്റെ വോട്ടുകൾ നിയമത്തെ എങ്ങോട്ട് പോയി? അത് BJP-ക്ക് പോയി. അതുകൊണ്ട് BJP-യെ സഹായിക്കുന്ന UDF ആണ്. കേരളത്തിൽ BJP എവിടെയെങ്കിലും അക്കൗണ്ട് തുറന്നിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള ഡീൽ BJP-യും CPM-ഉം തമ്മിലില്ല. അങ്ങനെ എന്തെങ്കിലും ഡീൽ ഉണ്ടെങ്കിൽ അത് കോൺഗ്രസുമായിട്ടാണ്. അത് ഹരിയാനയിലെയും UP-യിലെയും ഒക്കെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ BJP-യുടെ ഭാഗത്ത് നിന്ന് അവർ പറയുന്നത് എല്ലാ കാലത്തും BJP-യെ മാറ്റി നിർത്താൻ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള ഡീല് അത് UDF-ഉം LDF-ഉം തമ്മിലാണ്. കേന്ദ്രത്തിലുള്ള ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് LDF-ഉം UDF-ഉം ചേർന്നുള്ള സഖ്യമാണ്. ആ സഖ്യം ഇത്തവണയും BJP-യെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു തരത്തിലും CPM-ഉമായി ധാരണയില്ല എന്നുള്ളതാണ് BJP-യുടെ പ്രതികരണം. അതാണ്, പരസ്പരം മുന്നണികളെല്ലാം ഡീൽ ആരോപണവുമായി ആ വിവാദം ഇങ്ങനെ ആളിക്കത്തുകയാണ്. തുടർ ദിവസങ്ങളിലും ഇതുതന്നെയായിരിക്കും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ വാർത്ത എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ ഡീൽ ആരോപണം പൊങ്ങി വന്നിരിക്കുന്നത്.